ടൂത്ത് ഏക്ക്, പല്ലുവേദന എന്നുള്ളത് പല ആളുകൾക്കും വലിയ ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മയായിരിക്കും അല്ലേ. ഒരിക്കലെങ്കിലൊക്കെ എന്തെങ്കിലും തരത്തിൽ പല്ലുവേദന വന്ന ആളുകളായിരിക്കും പല ആളുകളും. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ സ്കൂളുകളിൽ പല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടീത്തിൻ്റെ മോർഫോളജിയും അനാട്ടമിയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ പല്ലുവേദന വരുന്നത്, എങ്ങനെയാണത് വേദനയായി മാറുന്നത്, എന്തുകൊണ്ടാണത് സഹിക്കാൻ പറ്റാത്ത വേദനയായി മാറുന്നത് എന്നുള്ളതൊക്കെ പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് അല്ലേ. നമ്മൾ സ്കൂളിലൊക്കെ അതിൻ്റെ ബേസിക്സ് ഒക്കെ പഠിച്ചു പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും ആരും കൃത്യമായിട്ടത് മനസ്സിലാക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പല്ലിനെ എടുത്ത് എങ്ങനെയാണ് നിങ്ങളുടെ പല്ലിൽ എന്തെങ്കിലും തരത്തിൽ പിന്നെ പ്രശ്നങ്ങൾ വരുന്നത്, കേരീസ് എന്ന് പറയും അല്ലേ, ടൂത്ത് കേരീസ് എന്ന് നമ്മൾ പറയും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്, അത് പിന്നീട് വേദനയായി മാറുന്നത് എങ്ങനെയാണ്, പുളിപ്പായി മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ടൂത്തിനെ വെച്ച് പരിശോധിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൂത്തിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ബയോളജി കൂടുതൽ പറയല്ല, എന്താണ് സംഭവിക്കുന്നുള്ളതാണ് കൂടുതലായി പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പുറത്ത് കാണുന്ന പല്ലിൽ നമ്മൾ പുറത്ത് കാണുന്ന വൈറ്റ് കളേർഡ് ആയിട്ടുള്ള പുറത്ത് കാണുന്ന ഭാഗം എന്ന് വെച്ചാൽ മേലേക്കുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ക്രൗൺ എന്ന് വിളിക്കുക. അതിന് താഴെ നമ്മുടെ മോണയുടെ താഴെ നമ്മൾ കാണാത്ത രൂപത്തിലുള്ള പാർട്ടിനെയാണ് നമ്മൾ റൂട്ട് എന്ന് വിളിക്കുക. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഈ ടൂത്തിൽ നമ്മൾ പുറത്ത് കാണുന്ന ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഇനാമൽ എന്ന് പറയുന്നത്. ഇനാമലാണ് നമ്മുടെ ബോഡിയിലെ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്. അതാണ് ടൂത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള ലെയർ. ഓക്കെ, ക്രൗണിൽ ഏറ്റവും പുറത്ത് കാണുന്ന ലെയർ ഇനാമലാണ്. അതിനകത്തുള്ള ഈ നമ്മുടെ ടൂത്തിൻ്റെ ബൾക്ക് ഓഫ് ദ ടൂത്ത് എന്ന് പറയുന്നത്, ടൂത്തിൻ്റെ ഏറ്റവും കൂടുതൽ കാണുന്ന ഈ ഇനാമലിൻ്റെ അകത്തുള്ള ഭാഗമാണ് ഡെൻറ്റീൻ എന്ന് പറയുന്നത്. അതിനുമകത്ത് ഉള്ള ഒരു ഭാഗമാണ് ഈ പൾപ്പ് ചേംബർ എന്ന് പറയുന്നത്. അത് റൂട്ടിലേക്കും ഇങ്ങനെ ഉണ്ടാവും ഈ ഒരു പൾപ്പ് ചേംബർ. അതിനാണ് നമ്മൾ റൂട്ട് കനാൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളൊരു ടൂത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഈ സ്ട്രക്ചർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എങ്ങനെയാണ് നമ്മുടെ പല്ലിന് ഏതെങ്കിലും തരത്തിൽ കേട് വരുന്നത്, അല്ലെങ്കിൽ പോട് എന്നൊക്കെ പറയില്ലേ, പല സ്ഥലങ്ങളായിട്ട് പല പേരാണ് പറയുക. അപ്പോൾ ഏതായാലും അതിന് ഏതെങ്കിലും തരത്തിൽ കേരീസ് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇനാമൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ തന്നെ ബോണിനേക്കാൾ ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് നമ്മുടെ ഇനാമൽ. അപ്പോൾ പല ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഇത്രയും ബോഡിയേക്കാൾ ഹാർഡായിട്ടുള്ള ഈ ഇനാമൽ എങ്ങനെയാണ് പിന്നെ ഈ രൂപത്തിൽ കേരീസ് വരുന്നത്, അതിന് കേട് വരുന്നത് എന്നുള്ളത് പല ആളുകൾക്ക് സംശയം ഉണ്ടാവും അല്ലേ. അവിടെയാണ് നമ്മുടെ ബാക്ടീരിയാസിൻ്റെ പവർ, അതേപോലെ തന്നെ നമ്മൾ പല്ല് തേക്കാത്തതിൻ്റെയോ അല്ലെങ്കിൽ കൃത്യമായി ഇതിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെയോ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയും ഹാർഡ് സബ്സ്റ്റൻസ് തന്നെയാണ് ഇനാമൽ എന്ന് പറയുന്നത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് അതിന് കേട് വരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അവിടെ ഒന്നാമത്തെ ഒരു കാര്യം, എല്ലാവർക്കും ഒരുപോലെയല്ല ഈ വിഷയം എന്നുള്ളത്. ചിലപ്പോൾ ജനറ്റിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ പല പിന്നെ ഈ ഫ്ലൂറോസിസ് അങ്ങനെയുള്ള പല വിഷയങ്ങൾ കൊണ്ട് പല്ലിന് ബലം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പക്ഷേ പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എങ്ങനെയാണ് അത് ദ്രവിച്ചു പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാം, നമ്മൾ ഫുഡ് കഴിക്കും അല്ലേ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ അല്ലേ, ഇപ്പുറത്ത് വേറെ പല്ലുണ്ടാവും. അപ്പോൾ ഈ പല്ലിൻ്റെ ഇടയിലും അതേപോലെ തന്നെ മുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുഡ് ചെറിയ രൂപത്തിലൊക്കെ അവിടെ പിന്നെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളൊന്ന് ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുക. ഓക്കെ, ഒരു വൈറ്റ് പ്ലേറ്റിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച് നോക്കുക. ഒരു ബിരിയാണി കഴിക്കുക. ഓക്കെ, ഒരു വൈറ്റ് പ്ലേറ്റിൽ നിങ്ങൾ ബിരിയാണി കഴിക്കുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ സാധാരണ ബിരിയാണി കഴിച്ചിട്ട് എന്താ ചെയ്യുക, അതിൽ ജസ്റ്റ് വായിൽ വെള്ളമാക്കിയിട്ട് തുപ്പിക്കളയും അല്ലേ. ഇതാണ് നമ്മൾ ചെയ്യുക. ഇതേപോലെ നിങ്ങൾ കഴിച്ച ആ പ്ലേറ്റ് ജസ്റ്റ് ഒന്ന് പിന്നെ അതിലേക്ക് ഒഴിച്ച് അതവിടെ മാറ്റി വെച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാവുക? സ്വാഭാവികമായിട്ട് അതിൽ കുറച്ച് വേസ്റ്റോ അല്ലെങ്കിൽ കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അല്ലേ. എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചത് കൊണ്ട് അവിടെ പൂർണ്ണമായിട്ട് ക്ലിയർ ആവില്ല അല്ലേ. ഇത് നമുക്ക് എല്ലാവർക്കും ജസ്റ്റ് ഒരു പ്ലേറ്റ് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ എന്ത് ചെയ്യും, നല്ല സോപ്പൊക്കെ ഇട്ട് നന്നായി കഴുകിയാൽ മാത്രമേ ആ പ്ലേറ്റ് വൃത്തിയാവുള്ളൂ. ഇതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ പ്ലേറ്റിൽ ജസ്റ്റ് വെള്ളം ഒഴിച്ചാൽ ആ പ്ലേറ്റിൽ എല്ലാ വേസ്റ്റും പോകാത്തതുപോലെ നമ്മുടെ പല്ലിൻ്റെ ഭാഗത്തും ആ വേസ്റ്റ് എല്ലാം പോകൂല. പ്രത്യേകിച്ച് നമ്മുടെ പല്ല് എന്ന് പറയുന്നത് പ്ലേറ്റ് ആണെങ്കിൽ ഫ്ലാറ്റ് സർഫസ് ആണ് അല്ലേ. പല്ലിൻ്റെ സർഫസ് എന്ന് പറയുന്നത് മേലോട്ടും താഴോട്ടൊക്കെ ആയിട്ടുള്ള ഒരു സർഫസാണ്. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളുണ്ടാവും. അങ്ങനെയുള്ള പല സർഫസ് ഉണ്ടാവും. ആ സർഫസിലൊക്കെ പലതരത്തിൽ ഫുഡ് വേസ്റ്റുകൾ, അതിൻ്റെ പല ഭാഗങ്ങൾ, ഈവൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന ഭാഗങ്ങളടക്കം എന്ത് ചെയ്യും, അവിടെ പിന്നെ തങ്ങി നിൽക്കാനുള്ള സാധ്യതയും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ പല്ല് തേക്കണം എന്നല്ല പറയുന്നത്. 2 നേരം നമ്മൾ ബ്രഷ് ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത അവിടെയാണ്. നമ്മൾ രാത്രി ബ്രഷ് ചെയ്യാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ
നിങ്ങൾ ഇനി ഒരു കേസ് എടുക്കേണ്ടത്, നിങ്ങൾ രാത്രി പല്ല് തേക്കാതെ കിടക്കുകയാണെന്നുള്ള ഒരു കേസാണ് നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ രാവിലെയൊക്കെ നന്നായി ഫുഡൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ രാത്രിയാവുമ്പോൾ ബ്രഷ് ചെയ്യാതെ, അല്ലെങ്കിൽ ബ്രഷ് ചെയ്യാന്ന് വെറുതെ ബ്രഷ് ചെയ്താലും പോരാ, ഈ പറഞ്ഞ ഫുഡ് വേസ്റ്റൊക്കെ ഒഴിവാകുന്ന രൂപത്തിൽ നന്നായി ബ്രഷ് ചെയ്യണം. അതിൻ്റേതായ ടെക്നിക്സ് ഒക്കെ ഉണ്ട്, നമുക്ക് പിന്നെ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ കൃത്യമായി ക്ലീൻ ചെയ്യാതെ നിങ്ങൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എന്തുണ്ടാവും, പലതരത്തിലുള്ള ഫുഡ് വേസ്റ്റുകൾ ഉണ്ടാവും. ആ ഫുഡ് വേസ്റ്റുകൾ അവിടെ തന്നെ കിടക്കുമോ? ഇല്ല. അവിടേക്ക് ആര് വരും? നമ്മുടെ വില്ലനായിട്ടുള്ള ബാക്ടീരിയ വരും. ഓക്കെ, ബാക്ടീരിയ വന്ന് ആ ഫുഡിന് ബാക്ടീരിയ തിന്നാളയും, അല്ലേ? ബാക്ടീരിയ തിന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയ എന്ത് ചെയ്യും? ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ലാക്റ്റിക് ആസിഡ് പോലെയുള്ള ആസിഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെയൊക്കെ പല്ലിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആസിഡുകൾ ഇങ്ങനെ നിറയാൻ തുടങ്ങും. ഓക്കെ, ഈ ആസിഡ് എന്ത് ചെയ്യും? നമ്മുടെ ടൂത്തിൻ്റെ ഇനാമലിൻ്റെ സർഫസിനെ പതിയെ അതിനെ ദ്രവിപ്പിച്ച് കൊണ്ടുവരും. ഓക്കെ, അങ്ങനെ ദ്രവിപ്പിക്കുന്നതാണ് ശരിക്കും നമ്മുടെ പല്ലിൽ കേടുവരുവാൻ തുടങ്ങുക എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ നിങ്ങൾക്ക് വേദന ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആദ്യം ചെറിയ രൂപത്തിലായിരിക്കും തുടങ്ങുക. ചെറിയ സ്ട്രീക്സ് ഒക്കെയാണ് ഉണ്ടാവുക. അവിടെ ഇവിടെയും ചെറിയ ബ്ലാക്ക് ഡോട്ടുകൾ പോലെയുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. പിന്നെ അത് കൂടി വലിയ കുറച്ചുകൂടി കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ബ്ലാക്ക് കളറിലേക്ക് അത് മാറും. ഓക്കെ, അതാണ് നമ്മുടെ പല്ലിൻ്റെ കേട് തുടങ്ങുന്ന ഒരു അവസ്ഥ. ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു വേദനയും ഉണ്ടാവില്ല. ഓക്കെ, കാരണം ഈ ഇനാമൽ കുറച്ചിങ്ങനെ പോയി പോകുന്നതേ ഉള്ളൂ. ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്, നമ്മുടെ കയ്യിലിരിപ്പോണ്ട് എന്ത് ചെയ്യുന്നു, അത് പോയി പോകുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇവിടെ എത്തിയാലൊന്നും നിങ്ങൾക്കൊരു വേദനയും ഉണ്ടാവില്ല. ഓക്കെ, അത് പിന്നെ നിങ്ങൾ വീണ്ടും ക്ലീൻ ചെയ്യാതെ കിടന്നുറങ്ങുകയും അവിടെ ബാക്ടീരിയ വന്ന് വീണ്ടും ഈ പരിപാടി തുടങ്ങി പോയാൽ പിന്നെന്ത് ചെയ്യും? ആ കേട് താഴോട്ട് പോയി ചിലപ്പോൾ ആ ഡെൻറ്റീനൊക്കെ എത്തും. ആ സമയത്തൊക്കെ നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ആ ചെറിയ പുളിപ്പ് അനുഭവിക്കാൻ തുടങ്ങും. അങ്ങനെ വീണ്ടും നമ്മൾ എന്നിട്ടും ശ്രദ്ധിക്കാതെ വീണ്ടും അങ്ങനെ തന്നെ ജീവിച്ചാൽ, ക്ലീൻ ചെയ്യാതെ ഇവിടേക്കൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ചെറിയ വേദനയോ അല്ലെങ്കിൽ പുളിപ്പ് വലിയ രൂപത്തിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഡെൻറ്റീൻ ഈ സ്ഥലം വരെ നമ്മുടെ പല്ലിന് കേട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി, ഇപ്പോൾ തുടക്കത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ചെറിയതായിട്ട് ആ കേടുള്ള സ്ഥലം മാത്രം കളഞ്ഞ് അത് ഫില്ല് ചെയ്തിട്ട് വന്നാൽ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി താഴോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡെൻറ്റിസ്റ്റ് എന്ത് ചെയ്യും? ഈ ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് അവിടെ നല്ലൊരു ഒരു ഭാഗം വെച്ച് അടച്ച് നിങ്ങൾക്ക് തരും. അപ്പോഴും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആ പുളിപ്പോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യ സമയത്ത്, അതായത് നമ്മുടെ പല്ലിന് കേടുവരുന്ന ആദ്യ സമയത്ത് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ ഇതാണ് സംഭവിക്കുക. പക്ഷേ പ്രശ്നം വരാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ 3 ഭാഗങ്ങൾ പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞതാണ് ഡെന്റൽ പൾപ്പ് എന്ന് പറയുന്നത്, അല്ലേ? ഈ ഡെന്റിൻ്റെ ഏറ്റവും ഉള്ളിൽ റൂട്ട് കനാൽ ആയിക്കൊണ്ട് അവിടെ പൾപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ പൾപ്പ് എന്ന് പറയുന്ന സംഭവം എന്താ? അത് ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ് ആണ്. അതിലെന്താ ഉണ്ടാവുക? ബ്ലഡ് വെസൽസും നെർവ്സും ഉണ്ടാവുക. ഇതാണ് പ്രധാന പ്രശ്നക്കാർ. ഓക്കെ, അപ്പോൾ ഈ കേട് ഇവിടെ ഇങ്ങനെ എത്തി അവസാനം ഇവിടേക്ക് എത്തിയാൽ, നമ്മുടെ പൾപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉള്ളത്? നമ്മുടെ ബ്ലഡ് വെസൽസും നെർവ്സും. നമുക്ക് എങ്ങനെയാണ് വേദനയൊക്കെ അറിയാം? നെർവ്സിലൂടെ ആണ് നമ്മൾ വേദന അറിയാം, അല്ലേ? നെർവ്സ് ആണ് ആ വേദനയൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. അപ്പോൾ ഈ നമ്മുടെ ടൂത്ത് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ, പൾപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു രക്ഷയുണ്ടാവില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, കരഞ്ഞു പോകുന്ന രൂപത്തിലേക്കുള്ള വേദന അനുഭവപ്പെടാൻ തുടങ്ങും. അതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറയും, വൈകിപ്പോയിട്ടുണ്ട്, പൾപ്പിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ റൂട്ട് കനാലിലേക്ക് എത്തിയിട്ടുണ്ട്, ഇനി രക്ഷയില്ല, ഇനി റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും എന്ന് ഡോക്ടർ പറയാറില്ലേ? ഇതുകൊണ്ടാണ്. അപ്പോൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഈ റെഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഇതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ആർക്കെങ്കിലും നമ്മുടെ പല്ല് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ കണ്ണാടിയിലൊക്കെ നോക്കൂലേ, അപ്പോൾ അതിൽ ചെറിയ ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ചെറിയ പുളിപ്പൊക്കെ അനുഭവിച്ച് തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പുളിപ്പ് എന്നുള്ളത് വേറെ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവും കേട്ടോ, പക്ഷേ പുളിപ്പൊക്കെ അനുഭവിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് അതെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പൾപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അത് ഗ്രാജ്വലി പൾപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആകെയുള്ള വഴി എന്ന് പറയുന്നത് ഇതൊക്കെ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടാവും. പിന്നെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗങ്ങളൊക്കെ ഇൻഫെക്റ്റഡ് ആവും. പിന്നെ നിങ്ങൾക്ക് ആദ്യം രാത്രികളിൽ ഉറങ്ങാൻ പറ്റാതാവും. ഓക്കെ, രാത്രി മാത്രം വരുന്ന പെയിൻ ആയിരിക്കും ആദ്യം ഉണ്ടാവുക. പിന്നെ അത് അല്ലാത്ത സമയത്തൊക്കെ അനുഭവപ്പെട്ട് വലിയ പ്രയാസം, ഒരിക്കലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രയാസമൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം ചില ആൾക്കാരൊക്കെ ചെയ്യുന്നത് വെച്ചാൽ അതിന് പാരസെറ്റമോൾ കുടിച്ച് അല്ലെങ്കിൽ ഡോളോ കഴിച്ച് അത് വേദന കുറച്ച് നേരത്തേക്കില്ല, അപ്പോൾ അത് മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾ പാരസെറ്റമോൾ കഴിച്ചുകൊണ്ടോ ഡോളോ കഴിച്ചുകൊണ്ടോ ഒന്നും ഈ ഇൻഫെക്ഷൻ ഇല്ലാതാവില്ല. ചിലപ്പോൾ 1-2 ദിവസം നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവും, പിന്നെയും അത് തിരിച്ചു വരും. അപ്പോൾ
ലൈഫ് ലോങ് നമുക്ക് ഈ പറഞ്ഞ ഡോളോയോ അല്ലെങ്കിൽ പാരസെറ്റമോളോ കഴിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇൻഫെക്ഷൻ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് റിമൂവ് ചെയ്യാന്നുള്ളതല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ അടങ്ങുന്ന ഈ പൾപ്പ് ചേംബർ ഉണ്ടല്ലോ, ഈ റൂട്ട് കനാൽ എന്ന് പറയുന്നത് ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ എന്ത് ചെയ്യുക, എടുത്ത് കളയുക. ഓക്കെ, ഇതിലുള്ളതൊക്കെ എടുത്ത് കളഞ്ഞ് അവിടേക്ക് വേറൊരു കാര്യം നമുക്ക് ഗട്ടാപ്പച്ച എന്നൊക്കെ പറയുന്ന ഒരു മെറ്റീരിയൽ അതിലേക്ക് ആഡ് ചെയ്ത് ഇത് അങ്ങനെ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് എന്ത് ചെയ്യുക, ചിലപ്പോൾ ക്യാപ്പ് ഇടേണ്ടി വരും, അല്ലാത്ത രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അത് കോമ്പോസിറ്റ് പോലെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ഈ പറഞ്ഞ ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ് റിമൂവ് ചെയ്ത് വേറൊരു സാധനം ഫില്ല് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പിന്നെയുള്ള ഓപ്ഷൻ. അതല്ലെങ്കിൽ പിന്നെ പല്ല് എടുത്ത് കളയുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ പല്ലുകൾ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് അല്ലേ. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നതോ അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിന് മുമ്പ് തന്നെ എടുത്ത് കളയപ്പെടുന്നതോ ഒക്കെ നമുക്ക് വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് പല്ലെടുത്ത് കളയുക എന്നുള്ളത് ഒരിക്കലും വേറെ ഒരു വഴിയില്ലാത്തപ്പോൾ മാത്രം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേ ഇത്രേ ഉള്ളൂ. ഇതുകൊണ്ടാണ് റൂട്ട് കനാൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോയുടെ മൊത്തം ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ഈ റൂട്ട് കനാൽ എന്ന് പറയുന്ന ഒന്ന് നമുക്കറിയാം എക്സ്പെൻസീവ് ആണ് അല്ലേ, കുറച്ചുകൂടി പണം ചിലവാകുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നല്ല വേദന നമ്മൾ ഈ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വലിയ വേദന അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ശരിക്കുണ്ട്. നമ്മൾ ചിലപ്പോൾ റൂട്ട് കനാൽ ചെയ്യാൻ 2 3 തവണയൊക്കെ പോകേണ്ടി വരും. അങ്ങനെയുള്ള ഒരു കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് നമ്മുടെ ടീത്തിൻ്റെ ഹെൽത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യുക, ക്ലീൻ ആയിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇൻ കേസ് ഏതെങ്കിലും രൂപത്തിൽ കേട് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ അത് ട്രീറ്റ് ചെയ്യുക, അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് പ്രോഗ്രസ് ചെയ്ത് ഈ പൾപ്പ് ചേംബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേദന അനുഭവിക്കേണ്ടി വരും, ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് പൊതുവായിട്ട് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഈ രൂപത്തിൽ പ്രാക്ടിക്കലി നമ്മൾ ആലോചിക്കാറില്ല, നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളത് പലപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒന്നാമത് 2 തവണ ബ്രഷ് ചെയ്യുക എന്നുള്ളതും ആ പല്ലിൻ്റെ അല്ലെങ്കിൽ വായയുടെ ക്ലെൻലിനെസ് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനം. അതിനപ്പുറത്തേക്ക് ഏർലി ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.